നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പൊതുവിൽ ആളുകളെ സംബന്ധിച്ച് ഉറക്കം എന്ന് പറയുന്നത് ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയമൊക്കെ മെനക്കെടുത്തുന്ന ഒത്തിരി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കവർന്നെടുക്കുന്ന ഒരു സമയമോ ഒക്കെ ആയിട്ടാണ് ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തില് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ബോഡിയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളും എന്തൊക്കെയാണ് ഈ ഉറക്കം കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് വെറുതെ ഒരു റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാത്രം മാറ്റാനായിട്ട് ഉതകുന്ന ഒരു കാര്യം മാത്രമല്ല. യഥാർത്ഥത്തില് നമ്മളുടെ ബോഡിയുടെ ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയർ നടക്കുന്ന ഒരു ടൈമാണ് ഈ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് സംഭവിക്കുന്നത്. നമ്മളുടെ എല്ലാ ഓർഗൻസിലും ഒരുപാട് മാറ്റങ്ങളും നമ്മളുടെ ലൈഫിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ട എനർജിയും പ്രോസസ്സും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നത് ഈ നല്ല ഉറക്കം കിട്ടുന്ന സമയത്താണ്. നമ്മളുടെ ബ്രെയിനില് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പകല് നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസിനെ എല്ലാം തരംതിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം. നമ്മുടെ ബ്രെയിൻ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്യുന്നതും നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്താണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും രാവിലെ കൂടുതൽ ക്ലിയർ ആയിട്ട് നമ്മളെ തിങ്ക് ചെയ്യാനും ഒക്കെ നമ്മളുടെ ബ്രെയിൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഉറക്കത്തിന്റെ സമയത്താണ്. ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് കുറയും, അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷറും കുറയും. നമ്മുടെ പകല് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ല ഉണർന്നിരിക്കുന്ന സമയത്തും ഒക്കെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും ഒക്കെ ഒരുപാട് വർക്ക് ലോഡ് ഉള്ള ഒരു ടൈമാണ്. പക്ഷെ റെസ്റ്റ് എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് ഇങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഒരു റെസ്റ്റിംഗ് ടൈമാണ് ഈ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത്. മസിൽസിന്റെ ഒക്കെ റിപ്പയർ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. പകലൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ മസിൽസിന് സംഭവിക്കുന്ന ടിയർ ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. പുതിയതായിട്ടുള്ള മസിൽസിന്റെ പ്രോട്ടീൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗ്രോത്ത് ഹോർമോണും ഒക്കെ റിലീസ് ചെയ്യുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന സെൽസും പ്രോട്ടീൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. നല്ല ഉറക്കം കിട്ടുമ്പോൾ പലപ്പോഴും നമ്മളുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് ഈ സ്ലീപ്പ് നമ്മെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കുന്നതും ഈ സ്ലീപ്പ് ടൈമിലാണ്. നമ്മളുടെ ലങ്സിനും ഈ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ റെസ്പിറേഷൻ നമ്മൾ എടുക്കുന്ന റേറ്റ് കുറയും. കാരണം പകല് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലങ്സിന്റെ ആ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ ഓവർലോഡ് ഒന്ന് കുറച്ച് അതിന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയവും. അതിന്റെ അർത്ഥം പൂർണ്ണമായി എന്റെ പ്രവർത്തനം നിലയ്ക്കുക എന്നുള്ളതല്ല, അതിന്റെ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഒരു അല്പം കുറയുന്ന ഒരു സമയം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആയാലും ഡൈജഷൻ പോലുള്ള പ്രോസസ്സ് നമ്മൾ ഉറങ്ങുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഫുഡൊന്നും ആ ഒരു സമയത്ത് ഉറങ്ങുന്ന സമയത്ത് കഴിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ റിപ്പയറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഉറക്കത്തിന്റെ സമയം. ഹോർമോൺസ്. നമ്മളുടെ ബോഡിയിൽ ആവശ്യമുള്ള ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവെല്ലാം കുറച്ച് നെക്സ്റ്റ് ഡേയിൽ നല്ല രീതിയിൽ റിഫ്രഷ്ഡ് ആയിട്ട് ക്ലിയർ മൈൻഡോട് കൂടി വർക്ക് ചെയ്യാനൊക്കെ നമ്മളെ പ്രാപ്തരാകുന്നത് ഈ ഉറക്കത്തിലൂടെയാണ്. ഇതുപോലെയുള്ള ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ ഓരോ സെല്ലുകളിലും സംഭവിക്കുന്നതാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല എന്നും നമ്മളുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനും റിപ്പയറിങ്ങിനും മെയിൻ്റനൻസിനും ഒക്കെയുള്ള ഒരു ടൈമാണ് ഉറക്കത്തിന്റെ സമയം എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യത്തിന് ഉറങ്ങാനായിട്ടുള്ള ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം.